ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 10,000 ഒക്കെയാണ്. ഞങ്ങൾ കോളേജ് കോമ്പൗണ്ടിനുള്ളിൽ തന്നെ നമുക്ക് ജിമ്മുണ്ട്. ഫിസിക്കലി ഫിറ്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ജിമ്മുണ്ട്. ജിമ്മിന് മന്ത്ലി 100 rupees റേറ്റേ വരുന്നുള്ളൂ. നല്ല അടിപൊളി കോളേജാണ്. നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. കേരളത്തിലെ പ്രൈവറ്റ് കോളേജസിൽ തന്നെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള അമല കോളേജ് ഓഫ് നഴ്സിംഗ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ പ്രൈവറ്റ് കോളേജസിൽ തന്നെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള അമല കോളേജ് ഓഫ് നഴ്സിംഗിന്റെ അപ് ടു ഡേറ്റ് എല്ലാ ഇൻഫർമേഷൻസും ഞാൻ നിങ്ങളുമായിട്ട് പാസ് ചെയ്യാൻ ആഗ്രഹിക്കുക. അപ്പോൾ എനിക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ ഞാൻ അവിടുത്തെ ഒരു അലുമിനി സ്റ്റുഡൻ്റ് ആണ്. ജസ്റ്റ് പാസ് ഔട്ട് ആയിട്ടേ ഉള്ളൂ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു 2-3 months കൊണ്ട് വലിയ അപ്ഡേറ്റ്സ് ഒന്നും വരത്തില്ല. ഇൻ കേസ് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ജൂനിയേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തിരുത്തി കൊടുക്കട്ടോ. അപ്പൊ ഞാൻ പോയിന്റ്സ് മറന്നു പോവാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അമല കോളേജ് ഓഫ് നഴ്സിംഗിന്റെ ക്വാളിഫിക്കേഷൻസ് ആണ്. എങ്ങനെ ഇത്ര പ്രൈവറ്റ് കോളേജസിൽ ടോപ്പിൽ എത്തിയെന്ന്. ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നാക് എ ഗ്രേഡ് കിട്ടിയ ഫസ്റ്റ് നഴ്സിംഗ് കോളേജ്. ഇന്ത്യയിൽ നാക് എ ഗ്രേഡ് കിട്ടിയ ഫസ്റ്റ് നഴ്സിംഗ് കോളേജാണ് അമല കോളേജ് ഓഫ് നഴ്സിംഗ്. അപ്പൊ ഇതിനെന്താ പുതുമ എന്ന് ചോദിച്ചാൽ ആർട്സ് കോളേജസിലൊക്കെ കോമൺ ആയി കാണുന്ന നാക് എന്നൊരു അഫിലിയേഷൻ പ്രൊഫഷണൽ കോളേജസിൽ ഇല്ല. ഇന്ത്യയിൽ തന്നെ ആദ്യം കിട്ടിയത് അമല കോളേജ് ഓഫ് നഴ്സിംഗിനാണ് എ ഗ്രേഡ് കിട്ടിയത്. അപ്പോൾ അതൊരു ക്വാളിഫിക്കേഷൻ ആണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ NABH അക്രഡിറ്റഡ് ആണ്. നമ്മുടെ ഇങ്ങനെ ഇൻസ്പെക്ഷൻസ് ഒക്കെ വരുമ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ ഇൻസ്പെക്ഷനിലൊക്കെ എ ഗ്രേഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ അറിവിൽ അമല കോളേജിനുള്ള ക്വാളിഫിക്കേഷൻസ് ഇത്ര മാത്രമാണ്. ചിലപ്പോൾ പ്രൊഫസേഴ്സിനോടൊക്കെ ചോദിച്ചാൽ ഇതിൻ്റെ ഇരട്ടുണ്ടാവും. ആസ് എ സ്റ്റുഡൻറ് എനിക്ക് അറിയാവുന്നത് ഇത്ര മാത്രമാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ഇപ്പം നമുക്ക് അവിടുത്തെ ഒരു അഡ്മിഷന് ഉള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് ചോദിച്ചാൽ ഓൾമോസ്റ്റ് 100% സ്കോർ ഉള്ള സ്റ്റുഡൻസിനാണ് ഇവിടെ എലിജിബിൾ ആവുന്നത്. LBS വഴി അല്ലെങ്കിൽ മാനേജ്മെന്റ് കോട്ട വഴി അലോട്ട്മെന്റിൽ കയറാൻ പറ്റുന്നത് ഓൾമോസ്റ്റ് 90%. ഒരു മിനിമം പോയാൽ ഒരു 98% വരെയാണ്. അപ്പം സ്ട്രെങ്ത് വരുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ 90 ബാച്ചസിന്റെ സ്റ്റുഡൻസ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ടൈമിൽ 50 ആയിരുന്നു സ്ട്രെങ്ത് വന്നത്. ഇപ്പൊ അത് 90 ആയിട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സ്കോർ ഉള്ള സ്റ്റുഡൻസിനാണ് പ്രിഫറൻസ് വരുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ NRI കോട്ട അവൈലബിൾ ആയിട്ടില്ല. അപ്പം അങ്ങനെ ഒരു ഡൗട്ട്സ് ഒക്കെ ആരൊക്കെയോ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ അത് അവൈലബിൾ അല്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഇപ്പൊ KUHSന്റെ കറന്റ്ലി ഡീനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പ്രിൻസിപ്പൽ ഓൾറെഡി സാറിന് ബെസ്റ്റ് ടീച്ചേഴ്സ് അവാർഡ് കിട്ടിയിട്ടുണ്ട് നഴ്സിംഗ് കോളേജസിൽ. അതുപോലെ തന്നെ ഓസ്ട്രേലിയയുടെ ടീച്ചേഴ്സ് പ്രൊഫഷ്യൻസി അവാർഡ് അങ്ങനെയൊക്കെ കിട്ടിയ പ്രിൻസിപ്പൽ ആണ്. സാറ് ഞങ്ങളുടെ കോളേജിൽ വന്നിട്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 15-16 years ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ അവാർഡ് കിട്ടിയ ബെസ്റ്റ് സ്റ്റുഡൻറ്റും ഞങ്ങളുടെ കോളേജിൽ ഉണ്ടായിരുന്നു. പ്രീവിയസ് ഇയറിലായിരുന്നു അങ്ങനെ കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ലൈബ്രറി ഫെസിലിറ്റീസ് പറയുകയാണെങ്കിൽ നമ്മുടെ ലൈബ്രറിയിൽ തന്നെ നഴ്സിംഗിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ടെക്സ്റ്റ് ബുക്കും, ഫേമസ് ആയിട്ടുള്ള എല്ലാ ഓതേഴ്സിന്റെ എല്ലാ ടെക്സ്റ്റ് ബുക്കും ഓൾമോസ്റ്റ് എൻ്റെ അറിവിൽ ഒരു 4000 എബോവ് ടെക്സ്റ്റ് ബുക്സ് ആ ലൈബ്രറിയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ആർട്സിന്റെ ഒക്കെ ബുക്സ് ഇപ്പൊ മെല്ലെ മെല്ലെ വന്നു തുടങ്ങുന്നുണ്ട്. ഒരു ഏരിയ മാത്രമേ ആർട്സിനുള്ളൂ. ഇപ്പോൾ ഒരുപാട് വായിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് സെൻട്രൽ ലൈബ്രറിയിൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആയിട്ടുണ്ട്. അവിടെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ബുക്സും കിട്ടുന്നതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്കുള്ള അമലയിൽ പഠിക്കുന്നത് കൊണ്ട് വേറുള്ള കോളേജസിൽ നിന്ന് വ്യത്യാസമായി ഡിഫറൻസ് എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ ഓൾമോസ്റ്റ് നമുക്കൊരു ആർട്സ് കോളേജിൽ പഠിക്കുന്ന സെയിം ഫീൽ കിട്ടും. എനിക്കെന്ന് പറഞ്ഞാൽ ബുക്ക് മാത്രം അങ്ങനെ ഫോക്കസ് ചെയ്ത് ഇരിക്കാൻ പറ്റാത്ത ഒരാളാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ അമലയിലാണെങ്കിൽ എപ്പോഴും ആക്ടിവിറ്റീസാണ്. നമുക്ക് വരയ്ക്കാനാണെങ്കിലും പാടാനാണെങ്കിൽ ഒറേറ്റിംഗ് സ്കില്ലാണ്, എന്ത് ആണെങ്കിലും നമുക്കത് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കാരണം ഹോസ്പിറ്റലിൽ കുറേ പ്രോഗ്രാംസ് നടക്കുന്നുണ്ടാവും, ഇന്റർ കോളേജ് ആയിട്ട് കുറേ കോമ്പറ്റീഷൻസ് ഉണ്ടാവും, SNAയുടെ ഒക്കെ വകയായിട്ട് മന്ത്ലി ഇഷ്ടം പോലെ പ്രോഗ്രാംസ് ഉണ്ടാവും. അപ്പൊ എന്ന് പറഞ്ഞാൽ നല്ല എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ, ആക്റ്റീവ് ആയിട്ടിരിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന്റെ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ക്യാഷ് പ്രൈസസ് ആണ് ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാംസിനും തന്നെ കാണും. എക്സാമ്പിൾ പറയാം,
ഇൻഫെക്ഷൻ കൺട്രോൾ വീക്ക് എന്ന് പറഞ്ഞിട്ട് ആ വീക്കിലെ ടൈമിൽ നമുക്ക് ഇഷ്ടം പോലെ പ്രോഗ്രാംസ് ഉണ്ട്. ഈ പ്രോഗ്രാംസിൻ്റെ ഒക്കെ ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 10,000 ഒക്കെയാണ്. ഞങ്ങൾക്കൊക്കെ ഒരു ടൈമിൽ ഈ 10,000 കിട്ടിയിട്ടുണ്ട്, വിൻ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ കോളേജിലെ സ്റ്റുഡൻസ് ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാ കോമ്പറ്റീഷൻ്റെയും വിന്നേഴ്സും ആ ഓവറോൾ ക്യാഷ് പ്രൈസും നേടുന്ന ടീമും. അതാണ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഫീസ് സ്ട്രക്ചർ ചോദിച്ചാൽ കോമൺ ആയിട്ട് നമ്മുടെ LBSന്റെ കീഴിൽ വരുന്ന ഫീസ് സ്ട്രക്ചറാണ് കോളേജിലുണ്ടാവുന്നത്. ഓൾമോസ്റ്റ് ഇയർലി ഒരു 1 lakh വെച്ച് വന്നിട്ട് ഒരു 4 to 5 lakhs ഫീ തന്നെ ഉണ്ടാവും. പിന്നെന്ന് പറഞ്ഞാല് കോളേജിൽ ഇപ്പൊ നമുക്ക് SNA സ്റ്റോർ അവൈലബിൾ ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത്യാവശ്യത്തിന് നമുക്ക് എന്തെങ്കിലും ബുക്സോ പിന്നെ എന്തെങ്കിലും സ്വീറ്റ്സോ അങ്ങനത്തെ എന്തെങ്കിലും പെട്ടെന്ന് കഴിക്കണമെന്ന് തോന്നുവാണെങ്കിൽ നമ്മുടെ കോളേജിൽ തന്നെ അതിന്റെ ഫെസിലിറ്റീസ് ഉണ്ട്. പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് ക്യാൻറ്റീൻ സൗകര്യം ബാക്കി എല്ലാ ഫെസിലിറ്റീസും അങ്ങനെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ പറഞ്ഞാൽ ഈ കോളേജ് കോമ്പൗണ്ടിനുള്ളിൽ തന്നെ നമുക്ക് ജിമ്മുണ്ട്. ഫിസിക്കലി ഫിറ്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ജിമ്മുണ്ട്. ജിമ്മിന് മന്ത്ലി 100 rupees റേറ്റേ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട്. ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ഗെയിംസും ഉണ്ട്. ഷട്ടിലുണ്ട്, നമുക്ക് ബാഡ്മിൻ്റണിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ നമുക്ക് ബാസ്കറ്റ് ബോൾ, ത്രോ ബോൾ അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാൻ സ്ഥിരം ബാഡ്മിൻ്റൺ കളിക്കാൻ പോകും ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേനും. അതുപോലെ യൂസ് ചെയ്യാൻ അങ്ങനെ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ, ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഇൻസ്ട്രക്ടർ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നല്ല ഓപ്ഷൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ കോളേജിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും ഞാൻ കവർ ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. എന്ത് ക്വയറീസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കോമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഹോസ്റ്റലിലേക്ക് വരുവാണെങ്കിൽ, ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇയർ ആയിരിക്കുമ്പോൾ കോളേജിന്റെ മണ്ടയിൽ തന്നെയാണ് ഹോസ്റ്റൽ ഫെസിലിറ്റീസ്. എന്ന് വെച്ചാൽ അമലയുടെ സെയിം കോമ്പൗണ്ടിന് ഉള്ളിലാണ്. ബാക്കി 3 വർഷത്തേനും ഇപ്പൊ നമുക്ക് ഡിസ്റ്റന്റ് ആയിട്ടാണ് ഹോസ്റ്റലുള്ളത്. അവിടേക്ക് നമുക്ക് ബസ് ഫെസിലിറ്റീസ് ആണ് ഉള്ളത്. ബസ് ടൈമിങ്സ് ഉണ്ടാവും. ഓരോ ബാച്ചസിനും ഓരോ ടൈമിങ്ങിലായിരിക്കും ബസ് ഉണ്ടായിരിക്കാം. ഞങ്ങളൊക്കെ ആയിരുന്ന ടൈമിൽ ഓൾമോസ്റ്റ് 4th ഇയർ വരെ അമലയുടെ കോമ്പൗണ്ടിന്റെ അകത്താണ്. 4th ഇയർ ആയപ്പോഴാണ് ആ ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഹോസ്റ്റലിലേക്ക് മാറേണ്ടി വന്നത്. ആ ഹോസ്റ്റലിന്റെ ഫെസിലിറ്റീസ് പറയുവാണെങ്കിലും ഒരു 2 നില വരുന്ന ഒരു വലിയ ബ്ലോക്ക് ആയിട്ടാണ് ഹോസ്റ്റൽ ഉണ്ടാകുന്നത്. 2 ബ്ലോക്ക് ആയിട്ടാണ് കാണുന്നത്. അവിടെ തന്നെ മെസ് എന്ന് പറഞ്ഞ ഒരു വലിയ ഹോള് മെസ്സായിട്ട് തന്നെയുണ്ട്. സെപ്പറേറ്റ് മെസ്സുണ്ട്. നമുക്ക് ആ ഹോസ്റ്റലിനകത്ത് തന്നെ SNA സ്റ്റോർ സെപ്പറേറ്റ് ഉണ്ട്. അതിനും ടൈമിംഗ് ഉണ്ട്. അവിടെ ഓൾമോസ്റ്റ് നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവൈലബിൾ ആയിട്ടുണ്ടാവും. പിന്നെയെന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്ത് നമുക്ക് ഒരു ഗ്രൗണ്ട് പോലെയുണ്ട്. ഗ്രൗണ്ട് മീൻസ് നമുക്ക് ഗെയിംസ് കളിക്കാൻ അവിടെ ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അതാരും യൂട്ടിലൈസ് ചെയ്ത് കണ്ടില്ല. പിന്നെ എന്നെപ്പോലെ ചെറിയത് ക്രിക്ക് പിടിച്ച പിള്ളേർക്ക് റീൽസ് എടുക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഹോസ്റ്റലിനകത്താണെങ്കിലും ഹോസ്റ്റലിന് പുറത്താണെങ്കിലും. നമുക്ക് ഹോസ്റ്റലിനകത്ത് തന്നെ AC-ലിരുന്ന് പഠിക്കാനുള്ള സ്റ്റഡി റൂമും കാര്യങ്ങളുണ്ട്. പ്രെയർ റൂം ഉണ്ട്, സെപ്പറേറ്റ് പ്രെയർ റൂം ഉണ്ട്. പ്രെയറിന് ടൈമിങ്സ് ഉണ്ട്. നമുക്ക് ഹോളി മാസ് അവൈലബിൾ ആയിട്ടുള്ളതും നമ്മുടെ ഈ പ്രെയർ റൂമിൽ തന്നെ ആയിരിക്കും. അച്ഛന്മാർ അങ്ങോട്ടേക്ക് വരുവാണ് ചെയ്യുന്നത്. അപ്പം അത് ലീഡ് ചെയ്യേണ്ടതൊക്കെ ഓരോ ബാച്ചസ് ആണ്. അതൊക്കെ നമുക്ക് കിട്ടുന്ന ഓരോരോ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഓക്കെ, അതാണ് ഹോസ്റ്റലിനെ പറ്റി പറയാനുള്ളത്. പിന്നെ നമുക്ക് ഔട്ടിങ് പുറത്തു പോകാൻ പറ്റുന്ന ഔട്ടിങ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് മന്ത്ലി വൺസ് ഔട്ടിങ് ഉണ്ടാവും. അല്ലെങ്കിൽ തന്നെ നമുക്ക് കോളേജിൽ നിന്ന് പുറത്തിറങ്ങി സാധനങ്ങൾ മേടിക്കാനുള്ള പെർമിഷൻ ഒക്കെ ഓൾറെഡി ഉണ്ട്. നമുക്ക് വേറെ എങ്ങോട്ടേലും പോകണമെങ്കിൽ സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് പോകാം. പിന്നെ ഔട്ടിങ്ങിനായിട്ട് മന്ത്ലി വൺസ് ആണ് അവര് ടൈം പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെന്ന് ചോദിച്ചാൽ മൊബൈൽ ഫോണിന്റെ കാര്യം ചോദിക്കുവാണെങ്കിൽ വി ക്യാൻ യൂസ് മൊബൈൽ ഫോൺ ഓൾ ദി ടൈം. അങ്ങനത്തെ പ്രൊഹിബിഷൻസോ കാര്യങ്ങളൊന്നും ഞങ്ങൾ വന്നപ്പോൾ തൊട്ടില്ല. നമുക്ക് ഫുൾ ടൈം മൊബൈൽ ഫോൺ അലൗഡ് ആണ്. നമുക്ക് എന്ത് ആവശ്യത്തിനും യൂസ് ചെയ്യാവുന്നതാണ്. ഐ തിങ്ക് പിന്നെ ഹോസ്റ്റലിൽ ഡിസ്റ്റന്റ് ആയതുകൊണ്ട് എന്തെങ്കിലും എമർജൻസീസ് വന്നാൽ നമ്മളായിട്ട് തന്നെ ഓട്ടോ വിളിച്ച് പോകേണ്ടതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. നല്ല അടിപൊളി കോളേജാണ്. നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഇത്രയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ക്വയറീസ്. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ കോമെന്റ് ബിലോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക.
ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.